Hello, my dear students. Welcome back to fifth session of Industrial Relation. ഇതിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ റിലേഷൻ അപ്രോച്ചസ് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ രണ്ട് അപ്രോച്ചസ് കണ്ടു, സിസ്റ്റംസ് അപ്രോച്ച് ആൻഡ് യൂണിറ്ററി അപ്രോച്ച്. ഇനി നെക്സ്റ്റ് വരുന്ന അപ്രോച്ചാണ് പ്ലൂറലിസ്റ്റ് അപ്രോച്ച്. പ്ലൂറലിസ്റ്റ് അപ്രോച്ച് സിംഗുലർ പ്ലൂറൽ മീൻസ് ടു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിനെ നമുക്ക് ഓക്സ്ഫോർഡ് അപ്രോച്ച് എന്നും പറയാം. ടെക്സ്റ്റ് ബുക്കിൽ ഓക്സ്ഫോർഡ് അപ്രോച്ച് എന്നാണ് കാണിക്കുന്നത്. ഇത് ഫ്ലൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഓഥർ 1970 ഫോം ചെയ്ത അപ്രോച്ചാണ്. ഈ അപ്രോച്ച് പ്രകാരം ഒരു ഓർഗനൈസേഷനിൽ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്, ഒന്ന് മാനേജ്മെൻറ്റും പിന്നെ ട്രേഡ് യൂണിയൻസും. ഇത് രണ്ടും സബ് ഗ്രൂപ്പ്സ് ആണ്, വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള രണ്ട് ഡിഫറെൻറ്റ് സബ് ഗ്രൂപ്പ്സ് ആണ്. ഇവർ ഏകോപിച്ചിട്ടാണ് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അത് റിസോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നതാണ് കളക്റ്റീവ് ബാർഗൈനിങ്. സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ മാനേജ്മെൻറ്റ് റോൾസ് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എംപ്ലോയീസിനെ ഒരുപാട് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതും അവരെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരുന്നു. ഇപ്പോൾ അത് വളരെ സ്വാധീനിക്കുന്നതും അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതുമായിട്ട് മാറിയിട്ടുണ്ട്. സോ നമ്മളുടെ ഈ ഒരു പ്ലൂറലിസ്റ്റ് അപ്രോച്ചിൻ്റെ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ, ആദ്യത്തെ ഹൈലൈറ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ഓർഗനൈസേഷനിൽ തീർച്ചയായിട്ടും നല്ലൊരു പേഴ്സണൽ എക്സ്പേർട്ടും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻ സ്പെഷ്യലിസ്റ്റും അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. കാരണം അവർക്ക് മാത്രമേ നമ്മളുടെ ട്രേഡ് യൂണിയൻസും മാനേജ്മെൻറ്റ് തമ്മിലുള്ള നല്ല മീഡിയേറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമ്മളുടെ സ്റ്റാഫിങ്ങിൻ്റെ കാര്യങ്ങളിൽ, അതുപോലെ മാനേജേഴ്സ് യൂണിയൻസ് തമ്മിലുള്ള കൺസൾട്ടിങ് കാര്യങ്ങളിൽ, എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് വന്നാൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ആധികാരികമായിട്ട് അവർക്കാണ് ഇടപെടാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ഓക്സ്ഫോർഡ് അപ്രോച്ചിൻ്റെ നെക്സ്റ്റ് ഹൈലൈറ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓർഗനൈസേഷനിൽ നല്ല ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ റെക്കഗ്നൈസ് ചെയ്യണം. ഓൺലി റെക്കഗ്നൈസ്ഡ് ട്രേഡ് യൂണിയൻസിന് ഫോമലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അവിടെ നമ്മുടെ ഈ ട്രേഡ് യൂണിയൻസിലെ ലീഡേഴ്സ് അങ്ങനെ ആ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് ഹൈലൈറ്റ്. ദറ്റ് മീൻസ് ദ ഓർഗനൈസേഷൻ ഷുഡ് എൻഹാൻസ് ദ ട്രേഡ് യൂണിയൻസ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് വന്നാൽ തീർച്ചയായിട്ടും എക്സ്റ്റേണൽ ഏജൻസിനെ സെറ്റിൽമെൻറ്റിന് വിളിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഫൈനലി നമുക്ക് എന്തെങ്കിലും നെഗോസിയേഷനോ സെറ്റിൽമെൻറ്റോ ട്രേഡ് യൂണിയൻസ് ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നമ്മൾ കളക്റ്റീവ് ബാർഗൈനിങ് എഗ്രിമെൻറ്റ് വെച്ചിട്ട് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓക്സ്ഫോർഡ് അല്ലെങ്കിൽ പ്ലൂറലിസ്റ്റ് അപ്രോച്ചിൻ്റെ ഹൈലൈറ്റ്സ്. ഇനി നമ്മുടെ ഫ്ലൻഡേഴ്സ് പ്ലൂറലിസ്റ്റ് തിയറി അനുസരിച്ച് ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫോർമുല ഇതാണ്: R is equal to function of B and R is equal to function of C. ഈ R എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, B കളക്റ്റീവ് ബാർഗൈനിങ് ആൻഡ് C റിസോൾവിങ് കോൺഫ്ലിക്റ്റ് ത്രൂ കളക്റ്റീവ് ബാർഗൈനിങ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ റൂൾസ് എന്ന് പറയുന്നത് കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ ഫങ്ഷനാണ്, അല്ലെങ്കിൽ നമ്മളുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ കോൺഫ്ലിക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് ഫങ്ഷനായിട്ടാണ് കരുതപ്പെടുന്നത്. അതാണ് ഈ ഒരു അപ്രോച്ച്. ഇനി നെക്സ്റ്റ് വരുന്നത് മാർക്സിസ്റ്റ് അപ്രോച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലെനിനാണ് ഈ ഒരു അപ്രോച്ച് ഫോം ചെയ്തത് 1978. ഇദ്ദേഹം നമ്മുടെ ഓർഗനൈസേഷൻ്റെ സോഷ്യൽ പെർസ്പെക്റ്റീവിനെയാണ് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ സോഷ്യൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് രണ്ട് പേര് തമ്മിലുള്ള റിലേഷനെ ആശ്രയിച്ചാണ് ഇരിക്കുക. ദറ്റ് മീൻസ് നമ്മുടെ വർക്കേഴ്സ് എംപ്ലോയീസിനെയും ഓണേഴ്സ് എന്ന് പറയുന്നത് എംപ്ലോയർ അല്ലെങ്കിൽ ക്യാപിറ്റൽ മുതലാളി, അവർ തമ്മിലുള്ള റിലേഷനെ ആശ്രയിച്ചിട്ടാണ് ഒരു ഇൻഡസ്ട്രിയിൽ റിലേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇവർ തമ്മിൽ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ കൂടുതൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്വാധീനിക്കാനായിട്ട്, പരസ്പരം സ്വാധീനിക്കാനും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോൺഫ്ലിക്ട്സുകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് മാർക്സിസ്റ്റ് അപ്രോച്ചിൻ്റെ പ്രത്യേകത. ഈ അപ്രോച്ച് അനുസരിച്ചുള്ള അസംഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ എപ്പോഴും നെവർ എൻഡിങ് ആയിട്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കും. കാരണം
നമ്മളുടെ എംപ്ലോയർ അല്ലെങ്കിൽ മുതലാളി എന്ന് പറയുന്ന വ്യക്തി അവിടെ മുതലാളിത്തം കാണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോൺഫ്ലിക്ട്സ് എപ്പോഴും ഉണ്ടായിരിക്കും. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല. വളരെ വിരളമായിട്ടാണ് എന്തെങ്കിലും ഓപ്പൺ ഡിസ്പ്യൂട്ട്, തുറന്നിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ അത് വളരെ വിരളമായിട്ടാണ്, അത് വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം മിക്കപ്പോഴും എന്താണ്, ഈ നെവർ എൻഡിങ് ആയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ഈ തൊഴിലാളി വർഗം അല്ലേ, ഈ മുതലാളിത്തം ആ മുതലാളികൾ അവരുടെ മേൽക്കോയ്മ കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത്. ഓക്കെ. പിന്നെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സൊസൈറ്റിയിലായാലും ഇത്തരത്തിലുള്ള മുതലാളിത്തത്തെ സൊസൈറ്റിയാണ് നമ്മളുടെ ചുറ്റുപാടും. അപ്പം ഈ പറയുന്ന സോഷ്യൽ റിലേഷൻസും അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനും അതുപോലെ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് വേറൊരു കാര്യം പറയുന്ന ഒരു ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു തൊഴിലാളിക്ക് തൊഴിലില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു ഉടമസ്ഥന് ജോലി ചെയ്യാൻ തൊഴിലാളി ഇല്ലാത്ത അവസ്ഥയിലും രൂക്ഷമാണെന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. അതായത് ഒരു മുതലാളിക്ക് ജോലി ചെയ്യാൻ തൊഴിലാളി ഇല്ലാത്ത അവസ്ഥയിലും രൂക്ഷമാണ് ഒരു തൊഴിലാളിക്ക് തൊഴിലില്ലാത്തത്. അപ്പോൾ അതുകൊണ്ട് അവർ കഴിവതും സഹിക്കുകയാണ് ഇവിടെ. ഓക്കെ. പക്ഷേ അത് നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മൾ മാറി വരണം എന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. ഇനി അഞ്ചാമത് വരുന്ന ഒരു അപ്രോച്ചാണ് സോഷ്യോളജിക്കൽ അപ്രോച്ച്. സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിൽ എടുക്കുകയാണെങ്കിൽ പല ഡിഫറെൻറ്റ് ഹ്യൂമൻ ബീയിങ്സാണ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓർഗനൈസേഷനിൽ മറ്റുള്ള ഇൻഡിവിജ്വൽസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ഹ്യൂമൻ ബീയിങ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഇടപഴകുമ്പോഴും അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ്, സ്കിൽസ്, പെർസെപ്ഷൻ, പേഴ്സണാലിറ്റി, ഇൻട്രസ്റ്റ്, ലൈക്സ്, ഡിസ്ലൈക്സ്, നീഡ്സ് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സോഷ്യൽ മൊബൈലിറ്റി അവിടെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് സോഷ്യൽ മൊബൈലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഇടപഴകുന്ന സമയത്ത് കിട്ടുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ മറ്റുള്ള പല കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ജോലിക്കുള്ള ഗ്രൂപ്പ് ഡൈനാമിക്സ്, സ്ട്രെസ്സ്, നോംസ്, റെഗുലേഷൻസ്, സ്റ്റാറ്റസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ വർക്കിനെ അത് സ്വാധീനിക്കുന്നുണ്ടാവും. ഓക്കെ. പക്ഷേ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ അത് അത്ര കണ്ട് സ്വാധീനിക്കുന്നുണ്ടാവില്ല. കാരണം പേഴ്സണൽ ആയിട്ടുള്ള കുറേ ആസ്പെക്ട്സ് ഉള്ളതുകൊണ്ട് അതും കൂടി കൺസിഡർ ചെയ്താലാണ് നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ ഉണ്ടാവുള്ളൂ. അതാണ് ഈ സോഷ്യോളജിക്കൽ അപ്രോച്ച് പറയുന്നത്. അപ്പോൾ ഈ അപ്രോച്ച് അനുസരിച്ച് നമ്മുടെ വർക്ക് എൻവയോൺമെൻറ്റിന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവണം. അതിനെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അത് വർക്ക് എൻവയോൺമെൻറ്റിൽ മെയിനായിട്ടും എക്കണോമിക്കൽ, ടെക്നിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സിൽ ചേഞ്ചസ് ഉണ്ടാവണം. ഓക്കെ. അപ്പം അത് മാത്രമല്ല, ഈ എൻവയോൺമെൻറ്റിൽ നല്ല ഇൻട്രാക്ഷൻസും നല്ല റിലേഷൻസും നമ്മളുടെ എംപ്ലോയീസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ് ബോഡീസായിട്ട് വേണം. പക്ഷേ ആ റിലേഷൻസൊക്കെ ആ റിലേഷനൊക്കെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നത് എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യുമ്പോഴാണ്. അതാണ് ഈ സോഷ്യൽ അപ്രോച്ച് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഗാന്ധിയൻ അപ്രോച്ചാണ്. നമുക്കറിയാം നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ് ഗാന്ധിയൻ അപ്രോച്ച്. നമ്മുടെ ഫാദർ ഓഫ് നേഷൻ മഹാത്മാഗാന്ധിയാണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം നമ്മളുടെ ട്രസ്റ്റിഷിപ്പിൻ്റെ ഗാന്ധിയൻ തിയറി അടിസ്ഥാനത്തിലാണ് ഈ ഒരു അപ്രോച്ച് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പം ഗാന്ധിയൻ അപ്രോച്ച് അനുസരിച്ചിട്ട് ആദ്യത്തെ ഒരു ഇത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിജി ഒരിക്കലും സ്ട്രൈക്കിന് എഗെയിൻസ്റ്റ് ആയിരുന്നില്ല. അതിന് പകരം അദ്ദേഹം പറയുന്നത് നമ്മൾ ഫേവറബിൾ ആയിട്ടുള്ള സ്ട്രൈക്കാണ് നടത്തേണ്ടത്. ഓക്കെ. സ്ട്രൈക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഫേവറബിൾ ആയിട്ടുള്ള സ്ട്രൈക്കാണ് നടത്തേണ്ടത്. അതിന് ചില കണ്ടീഷൻസ് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എന്തെങ്കിലും കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ എടുത്തു പറയാവുന്ന മനസ്താപങ്ങൾ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ എടുത്തു പറയാവുന്ന പ്രശ്നങ്ങൾ, അത് വലിയ കാര്യമായിട്ട് പിന്നീട് ബാധിക്കും എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രൈക്ക് നടത്താം. ഓക്കെ, അത് നമ്മൾ നോൺ വയലൻസ് എന്നുള്ള രീതിയിലാണ് സ്ട്രൈക്ക് നടത്തേണ്ടത്. പിന്നെ അതിൽ വേറെ പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്തു പറയുന്നത്, സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് ആരെങ്കിലും ആ സ്ട്രൈക്കിൽ ഇൻവോൾവ് ആയില്ലെങ്കിൽ അവർ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവർ ഒരു തരത്തിലും ഉപദ്രവിക്കാനായിട്ട് പാടില്ല. അതാണ് ഗാന്ധിയൻ അപ്രോച്ചിൽ ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സ്ട്രൈക്ക് എടുക്കുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടായിരിക്കണം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യം വളരെ സമാധാനപരമായിട്ട് അത് റിസോൾവ് ചെയ്യാൻ നോക്കിയിട്ട്, അത് പറ്റിയില്ലെങ്കിൽ മാത്രം ഏറ്റവും അവസാനത്തെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് സ്ട്രൈക്ക് എടുക്കേണ്ടത്. ഓക്കെ, അതാണ് രണ്ടാമത് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉള്ള റിസോഴ്സുകൾ എന്ന് പറയുന്നതിൽ മുതലാളിത്തത്തിന് സ്വാധീനമില്ല. റിസോഴ്സുകളൊക്കെ നമ്മളുടെ പ്രകൃതിയുടെ വരദാനമാണ്. നമ്മുടെ സമുദായത്തിന് പ്രകൃതിയുടെ വരദാനമാണ്. അപ്പോൾ അത് ഒരാളുടെ അവകാശമല്ല, എല്ലാവർക്കും തുല്യമായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊരാൾക്കും തീർച്ചയായിട്ടും പൊസസ് ചെയ്ത് വെക്കാനുള്ള അധികാരമില്ല, പൂർണ്ണാധികാരം ഇല്ല. അതാണ് അദ്ദേഹം മൂന്നാമത് പറഞ്ഞത്. ഇനി നാലാമത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നോൺ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി, മുതലാളിത്ത സൊസൈറ്റിയിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള വേർതിരിവുകൾ, അതുപോലെ ഒരുപാട് നേട്ടങ്ങൾ, ഒരു വശത്തേക്ക് മാത്രമുള്ള നേട്ടങ്ങൾ, ഇതെല്ലാം ഇല്ലാതാക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എംപ്ലോയീസ് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്ത് നല്ല രീതിയിൽ ഓർഗനൈസേഷന് മെച്ചം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള ഗെയിൻസ് എംപ്ലോയീസിന് ഷെയർ ചെയ്യണം. ഓക്കെ, ഇനി ലാസ്റ്റ് രണ്ട് ഇതും കൂടിയുണ്ട്. ആറാമത്തെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമ്മുടെ ഓർഗനൈസേഷനിൽ ഈ പറയുന്ന എംപ്ലോയീസ് മാനേജ്മെൻറ്റും തമ്മിലൊരു ജോയിൻറ്റ് വെഞ്ചർ പോലെയാണ്. ലേബേഴ്സിനെ നമ്മൾ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കോ പാർട്ട്നേഴ്സിനെ പോലെയും ഷെയർ ഹോൾഡേഴ്സിനെ പോലെ ട്രീറ്റ് ചെയ്യുക. അതുമാത്രമല്ല, നമ്മുടെ ഈ ലേബേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയേഴ്സിന് ശരിക്കും ആ ബിസിനസ്സിലുണ്ടാവുന്ന എല്ലാ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള പ്രോപ്പർ നോളേജ് കിട്ടാനുള്ള അവകാശമുണ്ട്. എംപ്ലോയീസ് ഇല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇല്ല, അതുകൊണ്ടാണ്. ഇനി ലാസ്റ്റ് അദ്ദേഹം പറയുന്ന ഒരു ഇത് ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻട്രാക്ഷൻസിലൂടെ, അതുപോലെ ആർബിട്രേഷൻ, ബൈലാറ്ററൽ നെഗോസിയേഷനൊക്കെ വെച്ചുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻട്രാക്ഷൻസിലൂടെ സോൾവ് ചെയ്യുക. അല്ലാതെ വയലൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരിക്കലും സോൾവ് ചെയ്യാൻ ശ്രമിക്കരുത്. സോ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഗാന്ധിയൻ അപ്രോച്ച് ശരിക്കും വളരെ മാസീവായിട്ടുള്ള പോപ്പുലാരിറ്റിയാണ് നേടിയിട്ടുള്ളത്. ഒരുപാട് ഡിസ്പ്യൂട്ടുകളെ സോൾവ് ചെയ്യാനായിട്ട് ഈ ഗാന്ധിയൻ അപ്രോച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്യൂട്ട്സ് മാത്രമല്ല, പല തെറ്റിദ്ധാരണകളും ഓർഗനൈസേഷനിൽ സംഭവിക്കുന്നതിന് ഇപ്പോഴും കൂടി നമ്മൾ ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ.